ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. ചെറുതല്ല, അത്യാവശ്യം. അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. മാധവ് ഹായ് പറഞ്ഞേ. ഇത് മാധവനുണ്ട്, അതുകൊണ്ട് ഭയങ്കര ടാസ്ക് ആണ്. അപ്പം മാധവൻ അവിടെ പോയി ഇരുന്ന് കളിച്ചോളുവോ? അമ്മ വഴക്കുണ്ടാക്കുവോ? ഇല്ല. അന്നാ അവിടെ പോയി ഇരുന്നോളാവോ? അന്ന് അവിടെ പോയി ഇരുന്നോ. ഞാൻ വിളിക്കുമ്പോ അവിടെ നിന്ന് ഇറങ്ങിയാ മതി. ഓക്കെ. ശരി ശരി ശരി. ചെന്നിരുന്നോ. എന്റെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് കാണിക്കാവേ. ഇത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ്. ഇതുകൊണ്ട് ഇലയെല്ലാം ഞാൻ ഇടയ്ക്ക് നോക്കിയില്ലായിരുന്നു. ഇലയെല്ലാം ഇങ്ങനെ മഞ്ഞച്ച് വരുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഇതുപോലത്തെ ഇലയൊക്കെ മാറ്റി കളഞ്ഞില്ലേ ഉണ്ടല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും പെസ്റ്റ് ഒക്കെ വന്ന് പ്ലാന്റ് തന്നെ ചീത്തയാക്കി കളയും. അപ്പൊ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറിച്ച് കളഞ്ഞേക്കണം. ഈ പ്ലാന്റ് വന്നിട്ട് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് പീസ് ലില്ലി. നേരത്തെ എനിക്ക് ഇതിന്റെ സോയിലിൽ വളരുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. ഇത് അതിനേക്കാളും എളുപ്പമാണെന്ന് തോന്നുന്നു. വാട്ടറിൽ പെട്ടെന്ന് ചീത്തയാവത്തില്ല. കുറച്ച് നാള് കാണുമെന്ന് വിചാരിക്കുന്നു. മേടിക്കുമ്പോൾ നിറയെ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒറ്റ ഫ്ലവറേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ബേൺനെസ് ഫേൺ. ഇതും വെള്ളത്തിലാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. രണ്ടും. അപ്പം കഴിക്കുവാണോ? കച്ചോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മണി ട്രീ. ഇത് സ്പൈഡർ പ്ലാന്റ്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു CC പ്ലാന്റ്. പിന്നെ ഇത് ആന്തോറിയം. ഇത് നമ്മുടെ സിങ്കോണിയം. ഇത് ഫിലോഡൻഡ്രോന്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ അത് നമ്മുടെ സാധാരണ മണി പ്ലാന്റ്. ഇത് വന്നിട്ട് സ്നേക്ക് പ്ലാന്റ്. ഇതും ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് വെള്ളത്തിൽ ഞാൻ വെച്ചേക്കുന്ന എന്താ പറയുക, നമ്മുടെ മോൺസ്റ്ററ ഡെലിസിയസ ഉണ്ട്. അതിനകത്ത് ഞാൻ ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂട്ട്സ് ഒക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് സ്നേക്ക് പ്ലാന്റ്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാറായി. ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു വർഷത്തോളം ആയത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പുറത്തു പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അല്ലേ മാധവ്, നമ്മൾ പോവല്ലേ? ഒന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ലഭ്യമാണ്. ആയുർധാര ആയുർവേദിക് സെന്റർ, കരാമ, ദുബായ്. ട്രൂ ഹെൽത്ത്. നമ്മള് നെസ്റ്റോയിലാണേ വന്നത്. അമ്മ ഇവിടെ ഗരം മസാല ഉണ്ടോന്ന് തപ്പു കേട്ടോ. അവസാനം ഒരു ഗരം മസാലയുടെ പാക്കറ്റ് കിട്ടി. ഒരുപാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തപ്പി എടുക്കണം. ഗരം മസാല എടുത്ത വഴി പാവ് ഭാജിയുടെ മസാലയും കണ്ടേ. അപ്പം ഞാൻ അതും കൂടെ എടുത്തു. കുറച്ചായി എനിക്കിങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കുറച്ച് ട്രൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ മേടിച്ചതാണ്. ഇതൊക്കെ കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് കാണുമ്പോഴേ പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി. പിന്നെ നമ്മൾ മേടിക്കാതെ പോകാത്തൊരു സാധനം കേട്ടോ, കപ്പ വറുത്തത്. കപ്പ വറുത്തത് ഇവിടെ എല്ലായിടത്തും നല്ലത് കിട്ടിയല്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം മാധവനൊരു കേക്ക് വാങ്ങിക്കാനാണ്. മാധവൻ്റെ 3rd ബർത്ത്ഡേ ആണേ. നമ്മളിപ്പോൾ ഒരു ചെറിയ കേക്ക് വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്രാവശ്യം സെലിബ്രേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ അതൊന്നും ഇത്തവണ എന്തായാലും അതൊന്നും നടക്കുകയില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ ചെറിയ മിനി പഫുണ്ട്, എഗ് പഫ്സ്, പിന്നെ ക്രീം വെച്ചിട്ടുള്ള പഫുണ്ട്. എല്ലാം നല്ല ടേസ്റ്റിയാണേ. ഒരുപാട് വെറൈറ്റി മാങ്ങകളുണ്ട് കേട്ടോ. അൽഫോൻസ ഉണ്ട്, പിന്നെ യമനിൽ വരുന്നുണ്ട്. റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. പിന്നെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇവിടെ.
പിടിച്ചേ. വേണ്ട വേണ്ട, അത് എടുക്കണ്ട. അതെന്നാ ഇവിടെ ഒരുപാട് മിക്സർ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നന്നായിട്ട് ഫുഡ് കളറൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നുമില്ല പർച്ചേസ് ചെയ്യാനായിട്ട്. സത്യത്തിൽ ഇന്ന് കാര്യം നേരത്തെ കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ വൈകിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഇവിടെ എന്താ പറയുക ഷോപ്പ് ചെയ്യാൻ പറ്റിയ അതുപോലെ തിരക്കായിരിക്കും. Happy birthday, Mau. Happy birthday, Mau. Happy birthday to you. Happy birthday to you. അങ്ങനെ മാധവന്റെ 3rd ബർത്ത്ഡേയുടെ കേക്കും കട്ട് ചെയ്തു. ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചത്. പിന്നെ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് സാരമില്ല. അവൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു, അത് മതിയല്ലോ. അതൊക്കെ ചെറുതല്ലേ, വലുതില്ല. മാധവൻ എപ്പോഴും ലോറി JCB എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പം നമ്മൾ ഡേ ടു ഡേ വന്നതാണ് എന്തെങ്കിലും കിട്ടുമോയെന്ന്. അവന് കഴിഞ്ഞ ഒരു മാസം നമ്മളൊരു സൈക്കിൾ മേടിച്ച് കൊടുത്തായിരുന്നു. അപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ 2 വണ്ടി അവനുണ്ട്. പിന്നെ വേറെ എന്താ മേടിക്കാമെന്ന് കരുതി ഇരുന്നപ്പോഴാണ് അവൻ എപ്പോഴും JCB ലോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ തപ്പുവാണ്, കാരണം നോക്കുമ്പോൾ ഒരു സാധനം കാണിയല്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഡേ ടു ഡേ ആണേ. ഇവിടെ ആണെങ്കിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ വന്നാലും എൻ്റെ കിളി പോകും, കാരണം എനിക്ക് ഈ കാണുന്ന എല്ലാം വേണം. വലിയ JCB ലോറിയൊന്നും കിട്ടിയില്ല, പിന്നെ ഇതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിനകത്താകുമ്പോൾ കുറേ ലോറിയും ട്രക്കും JCB ഒക്കെ ഉണ്ട്. ഡിന്നർ പുറത്തു പോയി കഴിക്കാമെന്ന് വെച്ച് പറഞ്ഞേ. അങ്ങനെ നമ്മൾ പോവാണ്. സാധാരണ നമ്മൾ എപ്പോഴും കീർത്തിയിലാണ് പോകുന്നത്. എനിക്ക് കീർത്തി പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇത്തവണ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. വെജിറ്റേറിയൻ ആട്ടോ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. സാധാരണ എപ്പോഴും നോണാണ് കഴിക്കുന്നത്. അപ്പം കമ്മത്ത് എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എമ്മി ദോശ. ഒരു തവണ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫുഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നല്ല ബില്ലുമായിരുന്നു. എല്ലാവരും ബുക്ക് എടുക്കുക. മാധവന്റെ കലാപരിപാടികൾ ഒരു സൈഡ് നടക്കുന്നുണ്ട്. നമ്മൾ എന്താ ഫുഡ് ഓർഡർ ചെയ്യുന്നത് നോക്കുക കേട്ടോ. അത്യാവശ്യം നല്ല മെനു ഉണ്ട്. വെജിറ്റേറിയൻ ഇത്രയും ഡിഷസ് ഉണ്ടോ സത്യത്തിൽ ഞാൻ ഇപ്പോൾ അറിയുന്നത്. അമ്മ ഓർഡർ ചെയ്തത് പൊടിദോശയാണ്. ഞാൻ ഓർഡർ ചെയ്തത് പൂരി ബാജി. പിന്നെ വിച്ചു ഓർഡർ ചെയ്തത് ഊത്തപ്പം, അതായത് ഈ കാജു, നമ്മുടെ കാഷ്യൂ ഒക്കെ ഇട്ട ഒരു ഊത്തപ്പം കേട്ടോ. കാഷ്യൂ ഒരുപാട് ഇട്ട് നമുക്കത് കഴിക്കുമ്പോൾ എന്തോ പോലെ തോന്നും, കാരണം ഒരുപാട് ഇട്ടത് കൊണ്ടേ. എമ്മി ദോശ കമ്പയർ ചെയ്യുമ്പം കമ്മത്തിലെ ഫുഡ് കുറച്ച് ഭേദമാണ്. എന്നാലും ഭയങ്കര ടേസ്റ്റി ഒന്നുമല്ല, കുഴപ്പമില്ല. പിന്നെ അവസാനം നമ്മൾ ഫിൽട്ടർ കോഫിയും കൂടെ പറഞ്ഞായിരുന്നേ. അത്യാവശ്യം നല്ല കാപ്പിയായിരുന്നു.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. 88 ദിറംസ് ആയിരുന്നു. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.